சார் விஸ்வ சார் லைனில் உண்டு. ഹലോ വിശ്വ, சொல்லுங்கப்பா. നല്ല ഇരിക്കടാ. അവിടുത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? ആ 2 ഡിസൈനിങ് ഷൂട്ട് കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഞാനങ്ങെത്തും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിന്നോട് ഒരു കൊളാബിനെ പറ്റി? അപ്പൊ നീ വന്നിട്ട് അങ്ങോട്ടൊന്ന് പോണം. എന്റെ ഫ്രണ്ടാ അവിടുത്തെ CEO. എന്തായാലും അവരെയൊക്കെ ഒന്ന് കാണണം. പിന്നെ ആ പ്രോജക്റ്റിനെ കുറിച്ചും കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നീ വന്നിട്ട് വേണം ഇനി അതിനൊക്കെ പോവാനായിട്ട്. ആ അപ്പാ, ഓർമ്മ ഉണ്ട്. ഗോപുന്ന് വിളിച്ചാ മതി. രാഘുന്ന് വിളിച്ചാ മതി. Got the man with the plan right here. Bring it swag with the man right here. ഹലോ നന്ദ, കണ്ണാ, ഡേയ്, ഇവിടുന്ന് പോയിട്ട് നീ എന്താ വിളിക്കാത്തെ? അതോ ഇനി ഏതെങ്കിലും പെൺപിള്ളാരുടെ പുറകെയാണോ നീ? ഞാനോ? എന്നടാ സൊല്ലേ, ഞാൻ അങ്ങനെ പോകൂ? നീയേ പോകൂ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. അത് വിട്. ഡേയ്, ഉനക്കൊരു വിഷയം തരുമാ? ഞാനിവിടെ നമ്മളെ പോലെ രണ്ടുപേരെ കണ്ടടാ. നമ്മളെ പോലെയോ? ഹാ, ട്വിൻസ്, ബട്ട് ദേ ആർ നോട്ട് ലൈക്ക് us. രണ്ടും കാണാൻ ഒരുപോലെ തന്നെ, തിരിച്ചറിയാൻ ഭയങ്കര പാടാ. ബട്ട് അതിലൊന്നിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്ത്? അത് നിന്റെ കൂടെ നോക്കിയിട്ട് ഞാൻ പറയാം എന്താണെന്ന്. ആദ്യം എനിക്കൊന്ന് മനസ്സിലാവട്ടെ. ആമാ, പാട്ടിയാവുമെങ്കിൽ ആര് താഴെയുണ്ട്, ഞാൻ എന്നോട് റൂമിലിരിക്ക. ആ, വിഷു വിളിച്ചായിരുന്നോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഒന്ന് വിളിച്ചേ, കണക്ട് ചെയ്. ആടാ, ആഡ് പண்றே. ഏയ് വിശ്വ, നീ എപ്പത്താണ്ടാ വരുവേ? ആ 2 ഡിസൈനിങ് ഷൂട്ട് കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഞാനങ്ങെത്തും. നീ ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇനി ആ കൊളാബിന്റെ ആവശ്യത്തിന് അങ്ങോട്ടൊന്ന് പോവാൻ. ആമാ, മൂഞ്ചി എപ്പിടി ഇരിക്ക? ആ, ചോദിക്ക്. എവിടെ ചെന്ന് കൊളുത്തി അതിൻ്റെതാ ഈ മുഖം പെരുക്കി വെച്ചോണ്ടിരിക്കുന്നേ. ഏതെങ്കിലും പെൺപിള്ളേരുടെ പിറകെ പോയോ? അന്നാ, டேய், உங்ககிட்ட எவ்வளோ வாட்டி சொல்லியிருக்கடா அண்ணா அவன் கூப்பிட வேண்டான்னு. ആ എനിക്ക് തെരിയും ഉനക്ക് അണ്ണാന്ന് കൂപ്പിട്ടാ പിടിക്കാതെന്ന്. വിശ്വ, അത് മട്ടും ഇല്ലടാ. അവൻ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളെ പോലെ തന്നെ രണ്ടുപേരെ കണ്ടെന്ന്. ട്വിൻസ് അവരും. അതിന്റെ ഒരു ഇളക്കത്തിലാ ചെക്കൻ നിൽക്കുന്നേ. ഓ, അപ്പം നിന്നെയൊക്കെ 2 ആ 2 കൊണ്ട് കെട്ടിക്കട്ടെ. അയ്യോ, എനക്ക് വേണ്ടാപ്പാ. ഇതോ ഇവനെത്താ, ഇവനെ വേണം ആദ്യം നോക്കാൻ. മിക്കവാറും അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും. ആമാ, നീ നോക്കിയിരുന്നു, ഇപ്പം ഇരിക്കും. டைம் என்னாச்சுட்டு பார்த்தியா? போய் தூங்கு. நாளைக்கு ഷൂട്ട് ഇருக்கு. 2 നാളെ ഓഫീസിൽ പോകണ്ടല്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഡാ. എന്റെ പൊന്നമ്മ, തന്നോട് എത്ര വട്ടം പറയണം ആ സ്റ്റോക്കിന്റെ എമൗണ്ട് ടാലി ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന്. ദേ, ഇത് ലാസ്റ്റ് ആണ്. സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് എത്ര ഉണ്ടെന്ന് താൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്, എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് വാ. സോറി മാം. ഓക്കെ, നൗ ജസ്റ്റ് ഗോ. എന്നാച്ച്, ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അല്ല, മറ്റേ ആളെന്തേ? ആ കണ്ണേട്ടാ, ദേഷ്യത്തിലൊന്നും അല്ല, ചുമ്മാ ഒന്ന് ദേഷ്യം കാണിച്ചു തന്നെ. കുഞ്ഞു ഇപ്പോ മെറ്റീരിയൽസ് എന്തോ നോക്കാനുണ്ടെന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയതാ. കുഞ്ഞു യാര്? ഓ, അത് വാ. അത് ഗോപുനെ ഞാൻ കുഞ്ഞുന്നാ വിളിക്കുന്നേ. എന്നെ അവള് കുഞ്ചുന്നും. ഓ, ദാറ്റ്സ് നൈസ്. കണ്ണേട്ടാ, can I tell you something? Yeah, sure. You are really sexy man. Your eyes, your smile and your lips. Oh my god. Are you trying to flirt with me? No, I'm not trying. I just feeling your beauty. എന്തോറ്റി? എന്താ വേർക്കുന്നേ? ഒന്നുമില്ല. അതിനാരാ വേർത്തെ? ദൈവമേ, എല്ലാവരോടും എനിക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സാധനത്തിൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഇടിക്കുന്നേ. കൃഷ്ണ, നിനക്കെന്തോ സാരമായിട്ട് പറ്റിയിട്ടുണ്ട്, കണ്ടുപിടിക്കണം. Got the man with the plan right here. Bring it swag with the man right here. ஹலோ நந்தா, டேய், நான் இங்கே வந்துட்டேன். நீ எங்கடா இருக்க? நீ அங்கே ரிசப்ஷனில் சொன்னால் போதும், அவர் പറഞ്ഞു തരും. ആ, ഓക്കേടാ. ആരാ വിളിച്ചേ?
അതുവാ എന്റെ ബ്രദറാ, സാമ്പിൾ ക്ലോത്ത് കൊണ്ടുവന്നതാ. ബ്രദർ ചേട്ടനോ അനിയനോ? ഏയ് അങ്ങനല്ല, നിങ്ങളെ പോലെ തന്നെയാ. വി ആർ ട്വിൻസ്, ബട്ട് ഞങ്ങൾ തമ്മിലൊരു സാമ്യമില്ല. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ? യാ കം. രാധു, ദാറ്റ്സ് മൈ ബ്രദർ നന്ദ ദേവയ്യർ. നന്ദ, ഇത് രാഖേന്ദു. ഹായ് നന്ദ. രാഖേന്ദു? ഹലോ നന്ദ, എന്താലോചിച്ചോണ്ട് നിൽക്കാടോ? ഏയ്, തനിക്കെന്നെ ഓർമ്മയില്ലേ? ഓർമ്മയോ? അതിന് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ. എന്താ പ്രസാദ് സാർ നിങ്ങളെ രണ്ടുപേരും ക്യാബിനിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ, കുഞ്ഞു അപ്പുറത്തെ സെക്ഷനിലാ. അല്ല, മാമിനോടും കൃഷ്ണ സാറിനോടും. ആ ഓക്കെ, വി ആർ കമ്മിങ്. നന്ദ, നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയിട്ട് വരാം. ഓക്കേടാ. என்ன அவளுக்கு புரியலையா? ஏன் என்னாச்சு? அது நீ அவ இல்லையா? ഏയ്, ഉനക്കൊരു വിഷയം தெரியுமா? ഞാനിവിടെ നമ്മളെ പോലെ രണ്ടുപേരെ കണ്ടടാ. നമ്മളെ പോലെയോ? ഹാ, ട്വിൻസ്, ബട്ട് ദേ ആർ നോട്ട് ലൈക്ക് us. രണ്ടും കാണാൻ ഒരുപോലെ തന്നെ, തിരിച്ചറിയാൻ ഭയങ്കര പാടാ. കുഞ്ചു ആക്സസറീസ്. നന്ദ, ഗോപു? ഏയ്, കരയാതെ. എവിടായിരുന്നടാ നീ? നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ ഓർത്തില്ല. ഏയ് ഗോപു, കരയാതെ. നീ വന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, അതുപോലെ ചോദിക്കാനും. ഇനിയല്ല, എല്ലാം ശരിയാവൂടാ. ആരാ നീ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിന് ഇവിടെ നിന്ന് നിങ്ങളായിരിക്കും പങ്കെടുക്കുന്നത്. അത് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടായിരിക്കും. ഞാൻ റാമിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ നിന്നെ വിളിച്ചു നോക്കണ്ട? ഇല്ലെങ്കിൽ അപ്പ ഇതൊന്നും சொல்லலே. ആഹാ, നിങ്ങൾക്ക് നാളെ ഈവനിങ് ആണ് ഫ്ലൈറ്റ്. എനിക്ക് വേറൊരു കമ്പനിയായിട്ട് മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വരാത്തത്. അല്ലെങ്കിൽ രാധുവിന്റെ സ്ഥാനത്ത് തൻ്റെ കൂടെ ഞാനായേനെ. അതെന്തുകൊണ്ട് നന്നായി. എന്നാ പിന്നെ നിങ്ങൾ ചെല്ലി. എനിക്കിപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം. ஏய் ராகேந்திர சிவபிரசாத், கொஞ்சம் நில்லம்மா. அது எப்படி? என்ன சொன்ன? நான் அழகா இருக்கு, செக்ஸியா இருக்கு. நீயும் பார்க்க கொஞ்சம் அப்படி இப்படி தான் இருக்கு. അത് കനേട്ടാ, ഞാൻ ചുമ്മാ. ஓஹோ, சும்மாவா? ஓகே. அப்புறம் ஒரு விஷயம் சொல்ல மறந்துட்டேன். We are going to New York and your acting is over. Okay, bye. அப்போ நாளைக்கு பார்க்கலாம் பேபி. നീ വാ, ദേ അവിടെയാണെന്ന് തോന്നുന്നു നമുക്ക് പോകാനുള്ള കാറ്. ഏയ്, നീ കവലപ്പെട വേണ, എല്ലാമേ ശരിയാകിടും. മാമാ, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. யார் மாமா? ആര്? இல்ல, நீங்க போன்ல பேசிட்டு இருந்தீங்களா? அது யாரு? யாராயிருந்தா உனக்கு என்ன? எனக்கு என்ன, ஒண்ணும் இல்ல. പിന്നെ ഏ എങ്കിട്ട്
ക്വസ്റ്റ്യൻ കേக்குற സുമ്മാതാ. അല്ല ഇനി ഏതെങ്കിലും പെൺപിള്ളേരെ വിളിച്ചതാണോ? ആണെങ്കിൽ ആഹാ. ആണെങ്കിൽ അവളെയും കൊല്ലും നിങ്ങളെയും കൊല്ലും. ഓഹോ ആ നീ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ല ഇനി ഞാൻ വരുന്ന നേരത്തൊക്കെ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഏയ് പൂനക്കുട്ടി ഏ എന്നടി വേണോ ഉനക്ക്? நான் என்ன வேணும்னு சொன்னாலும் நீ கொடுப்பியா? ഇല്ല. ஏன்? നീ എന്താ ചോദിക്കാൻ പോണേന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റൂ. അതും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നീ ചോദിക്കൂ. അതുകൊണ്ട് അമ്മ തായേ എന്നമ്മ விட முடியாதே. மாமா நான் உங்ககிட்ட ஒரு விஷயம் கேட்கட்டுமா? അമ്മ കേള്. അല്ല ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എന്നാച്ച് ഒരു മാതിരി ഇരിക്ക്? എന്നാ ഒന്നുമില്ല. ഏയ് പോയി சொல்ல വേണ. മുഖം ഒന്ന് മാറിയാ തന്നെ എനിക്ക് മനസ്സിലാവും. ആ എന്നോട് എന്തിനാ കള്ളം പറയുന്നേ? ഏയ് ഒന്നുമില്ലടി. ഉം, ഈ ഒന്നുമില്ലെന്ന് சொல்லிருக்கு. ഓക്കേ. അப்புறம் എന്നാ I love you. ஏய் உங்ககிட்ட எவ்வளவு வாட்டி நான் சொல்லியிருக்கேன். எனக்கு உங்களை பிடிச்சிருக்கு அதான் சொன்னேன். உங்களுக்கு என்ன பிடிக்கலையா? நீ போ. இல்ல முதல்ல நீங்க நான் கேட்டதுக்கு பதில் சொல்லுங்க. உங்களுக்கு என்ன பிடிக்கலையா? நான் அப்படி இல்லடி. வேற என்ன? அப்போ உங்களுக்கு என்ன பிடிச்சிருக்கா? நான் எதுவும் சொல்லலே. அதனால தான் கேட்டேன். எனக்கு உன்னை பிடிச்சிருக்கு. அப்ப I love you தானே? ஏய் ஓகே 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 சொல்லுங்க. ஆனா நீ கொஞ்சம் லூசு மாதிரி தான். இதுவா? நீங்களும் லூசு மாதிரி தான் நடத்திருக்கு. ஏய் இல்ல இல்ல இல்ல. அப்புறம் അപ്പോ നിനക്കൊരു മുറച്ചെറുക്കൻ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവനെ തന്നെ കല്യാണം ചെയ്താ പോരെ? അവനെ കല്യാണം ചെയ്യണമെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളോട് വന്ന് ഐ ലവ് യു എന്ന് പറയുന്നേ? என் தலை விதியல்ல. நீ முதல்ல இங்க இருந்து போ. முதல்ல நீங்க சொல்லு. என்ன? ஐ லவ் யூன்னு. மாட்டேன். அப்ப நான் போக மாட்டேன். ஏய் இங்க இருந்து போ. போக மாட்டேன். உங்ககிட்ட தான் சொல்றேன் இங்க இருந்து போ. மாட்டேன். അവിടെ വെള്ളം കിടക്കും, അങ്ങോട്ട് പോവില്ല. ഏയ്